അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷവോമിയുടെ ഈ ഒരു സ്മാർട്ട് ബൾബ് ഉണ്ടല്ലോ, ഈ ഒരു ബൾബിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ബൾബിൻ്റെ ബോക്സ്. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ബോക്സിൽ നമുക്കിതാ നമ്മുടെ ബൾബ് ഉണ്ട് ഇവിടെ. പിന്നെ അതോടൊപ്പം തന്നെ നമുക്കൊരു യൂസർ മാനുവലും കൂടെ ഉണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഈ ബൾബ് സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യൂസർ മാനുവലൂടെ ഈ ബൾബിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. വേറെ ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഈ ബൾബ് നോക്കാം. ഇതാണ് ഷവോമിയുടെ സ്മാർട്ട് ബൾബ് കേട്ടോ. ഇവിടെ ഒരു മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിങ്ങൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഹോൾഡർ എന്ന് പറയുന്നത് E27 എന്ന് പറയുന്ന മോഡൽ ഹോൾഡറാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് B22 എന്ന് പറയുന്ന മോഡലാണ് ഹോൾഡർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോൾഡറിനെ നമ്മുടെ B22 ഹോൾഡറാക്കി മാറ്റുന്ന അഡാപ്റ്റേഴ്സ് വാങ്ങാം. അല്ല എന്നുണ്ടെങ്കിൽ E27 എന്ന് പറയുന്ന ഈ മോഡലിലുള്ള ഹോൾഡേഴ്സ് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്മാർട്ട് ബൾബിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ബൾബ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ ഷവോമി ഹോം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ലാംപ്സ് എന്നുള്ള സെക്ഷനിലെ മീ LED സ്മാർട്ട് ബൾബ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കാണാൻ കഴിയുക. ഈ ഇൻ്റർഫേസിൽ പറയുന്നത് ഈ ബൾബ് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 5 തവണ ഓണും ഓഫും ആക്കുക, 2 സെക്കൻഡ് ഇടവേളകൾ കൊടുത്തിട്ട്. അങ്ങനെ ഓണും ഓഫും ആക്കിയാൽ ഒരു മൾട്ടി കളർ എഫക്റ്റ് വരും. അതിനുശേഷം ഒരു പ്ലെയിൻ കളറും വരും. അപ്പോൾ ഈ ബൾബ് റിസെറ്റായി നമുക്ക് മനസ്സിലാവും. അത് എങ്ങനെ ചെയ്യുന്നതെന്നില്ല ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ ബൾബ് ഓണാക്കി നോക്കാം കേട്ടോ. 1 2 3 4 5 അഞ്ചാമതാണ് ഓണാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ മൾട്ടി കളറിലുള്ള എഫക്റ്റ് കാണാൻ കഴിയും. ഇത് കഴിഞ്ഞ് ഒരു സ്റ്റേബിൾ കളറോടെ വരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ ബൾബ് റിസെറ്റായി എന്നുള്ളത്. റിസെറ്റ് ആയതിനു ശേഷം ഇവിടെ ഓപ്പറേഷൻ കൺഫേംഡ് എന്നുള്ളിടത്ത് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോണ് ലാമ്പുമായിട്ട് കണക്റ്റ് ആവും. പിന്നെ നിങ്ങൾ റൂട്ടറിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു ലോഡിങ്ങാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ റൂം സെലക്ട് ചെയ്യുക. ഞാനിവിടെ മൈ റൂം എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ലാമ്പിൻ്റെ പേര് മാറ്റുക. ഞാനിവിടെ ലൈറ്റ് എന്ന് മാത്രമാണ് ആക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ കളറുകൾ ചേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇനി ഈ ബൾബ് ഗൂഗിൾ അസിസ്റ്റൻറ്റുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ഗൂഗിൾ ഹോം എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് സെറ്റിങ്സിൽ വർക്ക്സ് വിത്ത് ഗൂഗിൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ മീ ഹോം എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഞാൻ ആദ്യം തന്നെ കണക്ട് ചെയ്തിട്ടുണ്ട്. മീ ഹോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ മുമ്പ് യൂസ് ചെയ്തിട്ടുള്ള ഷവോമി ഐഡിയും പാസ്വേഡ് വെച്ചിട്ട് തന്നെ ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടും ഷവോമി അക്കൗണ്ടും തമ്മിൽ കണക്റ്റ് ആവും.
അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് വെച്ചിട്ട് ഈ ബൾബിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മുടെ ഷാമി അക്കൗണ്ട് കണക്റ്റ് ആയതിന് ശേഷം ഈ ലൈറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ സെറ്റിങ്സ് എന്നുള്ളിടത്ത് ചൂസ് ചെയ്യുക. ഇവിടെ ഞാൻ റൂം ബെഡ്റൂം എന്നാണ് ആക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലൈറ്റിന് ലൈറ്റ് എന്ന് തന്നെയാണ് പേരും കൊടുത്തിട്ടുള്ളത്. ഇനി ഗൂഗിൾ വെച്ചിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. ടേൺ ഓൺ ബെഡ്റൂം ലൈറ്റ്. Show turning the light on. Turn off bedroom light. Got it, turning the light off. Change the bedroom light color into green. Got it, changing the light to green. അപ്പോൾ ഈ ബൾബിൻ്റെ MRP കാര്യങ്ങളും വന്നിട്ടുള്ളത് 1499 രൂപ കേട്ടോ. മീ സ്റ്റോറിലും മറ്റുമൊക്കെ ഈ ബൾബ് വെക്കുന്നത് 1299 രൂപയ്ക്കാണ്. ഞാൻ പർച്ചേസ് ചെയ്തത് 799 രൂപയ്ക്കാണ്, ഒരു ഓഫറിലാണ്. അപ്പോൾ ഈ ബൾബ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനോടും തന്നെ ചെയ്യുക. ഓക്കെ, ബൈ.